ഒരു 10 വർഷം മുൻപാണ് ഒന്നാം ഇടതുപക്ഷ സർക്കാർ അധികാരമേൽക്കുന്നതിന് 1.5 വർഷം മുൻപുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരം വായിക്കാം. വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നിലവാരം ഉയർത്താനും ശ്രമിക്കുന്നതിന് പകരം ബ്ലാക്ക് ബോർഡുകൾക്ക് പച്ചയടിക്കാൻ നടക്കുന്ന സർക്കാർ നടപടി അപഹാസ്യമാണ്. വിദ്യാഭ്യാസ രംഗത്തെ സാഫണൈസേഷൻ കാവ്യടിക്കലിനോട് വർഗീയമായ ഒരു ചേർത്തുവെക്കലിൽ ഒരു ബാലൻസിംഗ് ആക്ടിൽ ലോകത്തെല്ലായിടത്തുമുള്ള പച്ചബോർഡിലെ പ്രതിഷേധം ഒരു കമ്മ്യൂണൽ ചർച്ചയ്ക്കുള്ള ബോംബായിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ. പച്ചക്കോട്ട്, പച്ചബോർഡ് എന്നൊക്കെ ഉള്ളുതൊലിക്കും മട്ടിൽ രാഷ്ട്രീയ കാമ്പ് തീണ്ടാത്ത വിയോജികൾക്കപ്പുറം ഒന്നും രണ്ടും ഇടതുപക്ഷ സർക്കാരുകൾക്ക് മുന്നേ കണ്ട അസംഖ്യം സമരങ്ങൾ, സമര പരമ്പരകൾ, ഹർത്താലുകൾ കേരളം ഓർമ്മയുടെ അഗണ്യകോണിൽ തള്ളിയിട്ടുണ്ടോ? മറക്കാവതാണോ? ഒടുവിലൊരു കേന്ദ്ര ഏജൻസി പോലും കീറക്കടലാസിന് വില കൽപ്പിക്കാത്ത ആരോപണ കൊഴുപ്പിൽ അക്ഷരാർത്ഥത്തിൽ ഭരണത്തിന് വിലങ്ങിട്ട് അടുത്തകാല ചരിത്രത്തിൽ ആളിരമ്പിയ ഒരു സഡൻ ബ്രേക്ക് ഇട്ട മട്ടിൽ എന്തിനെന്നറിയാതെ പിരിച്ചുവിട്ടൊരു സോളാർ സമരകാലം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ബജറ്റ് വിറ്റ് കാശുണ്ടാക്കിയ ഒരു അധമ ധനമന്ത്രി കോഴമാണി എന്നൊക്കെ പിന്നീടങ്ങ് വിഴുങ്ങിയ അധിക്ഷേപ വർത്താനങ്ങളിൽ അപക്വമതികളായ കുട്ടികൾ പോലും കാണിക്കാത്ത മട്ടിൽ സഭയ്ക്കുള്ളിൽ മുണ്ടും മടക്കി കുത്തി ലോകത്തിന് മുന്നിൽ നാണം കെടുത്തൽ, കല്ലെറിഞ്ഞും ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിപൊട്ടിച്ച അക്രാമകം, ചോരപ്പെരുക്കം, തെരുവ് യുദ്ധങ്ങൾ, കലാപകാലങ്ങൾ ഒക്കെ കഴിഞ്ഞ് അധികാരത്തിലേക്ക് എത്തി അതിന് തുടർച്ചയുണ്ടായപ്പോൾ സമരങ്ങളുടെ അപ്പോസ്തലന്മാർക്ക് സമരങ്ങളോട് അങ്ങേയറ്റം വെറുപ്പാണ്. ആഭാസവാക്കുകളിൽ പരപ്പുച്ഛമാണ്. വിയോജിപ്പുകളുടെ രാജ്യാവശ്യങ്ങളുടെ നിരാകരണ മുഖപ്രസംഗത്തിൽ പാർട്ടിപത്രം തലക്കെട്ടിൽ വെണ്ടയ്ക്കാൻ നിരത്തുന്നു. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം. ഈ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള മുദ്രാവാക്യത്തിൽ ആരും രാജിവെച്ചിട്ടില്ലെന്നും ആ രാജ്യാവശ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമൊന്നും അറിയാത്തവർക്കല്ല വാക്കുകൾ കൊണ്ട് വെർബൽ ഡയറിയ. ഏതൊക്കെ ക്യാപ്സ്യൂളിൽ എന്തൊക്കെ PR പണി നടത്തിയാലും അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമുള്ളതാണ്. ഒന്നല്ല 2 മന്ത്രിമാർ കോട്ടയത്ത് അനാസ്ഥയുടെ ആ കോൺക്രീറ്റ് കൂമ്പാരത്തിന് മുന്നിൽ നടത്തിയത് ജീവൻ രക്ഷാ ദൗത്യമല്ല, ഐവാഷാണ്, കപ്പൽ രക്ഷാ ദൗത്യം. ആ മന്ത്രിമാർ അവിടെ നിൽക്കുമ്പോൾ ഒരു കൽക്കൂമ്പാരത്തിന് താഴെ നെഞ്ചാങ്കൂട് തകർന്ന് തലച്ചോറ് പുറത്തായി ഒരു അത്താഴപ്പട്ടണിക്കാരി ചിതറിവാരി കിടന്നിട്ട് വായും പൂട്ടി വാലും ചുരുട്ടി പുനത്തിൽ കയറിയിരിക്കാനും മാത്രം ഈ സമര കേരളം വന്ധ്യംകരിക്കപ്പെട്ടെന്ന് വരിയുടെ അടിമക്കൂട്ടങ്ങളായെന്നാണ് അധികാരവർഗം നിങ്ങളുടെ ധാരണയിൽ തെറ്റാണ്. അർബൻ നക്സൽ മോഡൽ അസംബന്ധമാണ്. ആ മരണം അത് മന്ത്രി ഒന്ന് ഉരുട്ടിയിട്ടതല്ലോ എന്നൊരു നേതാവിന് ഇൻസെൻസിറ്റീവ് വായാടുത്തം കേട്ടിട്ടും ആ പാവം ജീവന്റെ നീതി ആവശ്യപ്പെട്ടുള്ള വിയോജിപ്പുകൾ, സമരങ്ങൾ, കരിങ്കൊടികൾ വല്ലാതങ്ങ് പൊള്ളിക്കലാണെങ്കിൽ സമരങ്ങളുടെ ഭൂതകാലങ്ങൾ, വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ മറന്ന് അധികാരവർഗമായി ഗ്രേഡ് മാറ്റം വന്ന സമരപ്പാർട്ടിക്ക് എന്തു കണ്ടാലും ചത്ത പോലെ കിടക്കുന്ന ഏറാൻ മൂളി കൂട്ടങ്ങളാണ് ആഗ്രഹമെങ്കിൽ ആഗ്രഹം അട്ടത്തു വെക്കലാണ് നല്ലത്. ആ പാർട്ടി വിരട്ടും പാർട്ടി പത്രത്തിന്റെ സമരവിരുദ്ധ കൊട്ടേഷനും അങ്ങ് പള്ളി പറ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. MLA ശ്രീ വി കെ സനോജ്, ശ്രീ പത്മനാഭൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ സനോജിലേക്ക് പോകുന്നു. ശ്രീ സനോജ്, ഇന്നിപ്പോൾ താങ്കളുടെ വാക്കുകൾ കേട്ടു. അതായത് എന്താണ്, മന്ത്രിയുടെ വസതിയിലേക്ക് അല്ലെങ്കിൽ മന്ത്രിമാരുടെ വസതിയിലേക്ക് പ്രതിപക്ഷം സമരം നടത്തുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാക്കൾക്കൊക്കെ വീടുണ്ടെന്ന് ഓർക്കണം. അത് DYFI കയ്യും വിട്ട് നോക്കി നിൽക്കില്ല, ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നൊക്കെയാണ്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ആ യാത്രാകാലത്ത് കണ്ട കുപ്രസിദ്ധമായ രക്ഷാപ്രവർത്തനം ആവർത്തിക്കും എന്നതാണോ ആ വാക്കിന്റെ അർത്ഥം, ശ്രീ സനോജ്? ആഷ്മി, ഇവിടെ സാധാരണ നിലയിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറെ കൂടി രാഷ്ട്രീയം സജീവമായി ദൈനംദിനം ചർച്ച ചെയ്യുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം ഉണ്ടാവും. അത് എല്ലാ ഘട്ടത്തിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു പരിധിയെല്ലാം വിട്ട് ഈ മന്ത്രിമാരുടെ സ്വകാര്യ വസതിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടക്കുന്നത് സാധാരണ കാണാറുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് കാണാറുണ്ട്. സ്വകാര്യ വസതിയിൽ ഉൾപ്പെടെ മാർച്ച് നടത്തി ഈ ഒരു മരണവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ചേർത്ത് ഞങ്ങൾ ഇതിനെല്ലാം അങ്ങ് അവസാനിപ്പിച്ച് കളയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പ്രതിഷേധമാണ് DYFI എന്ന നിലയിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ആ പ്രതിഷേധം ഉണ്ടാവുകയും ഈ ഒരു വിഷയത്തെ മുൻനിർത്തി സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അല്ലെങ്കിൽ അല്ലാത്ത വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിന്റെ ഉദ്ദേശം എന്താണ്? ഒരു പ്രൊട്ടസ്റ്റായി പോയി, ഡെമോൺസ്ട്രേഷനായി പോയി ആ മന്ത്രിയുടെ വീട് കമ്പോട് കമ്പ് പൊളിച്ച് അവിടെ ഒരു കൊടി നാട്ടുക എന്ന ഉദ്ദേശമൊന്നും ആർക്കും ഇല്ലല്ലോ.
സമരമായി അങ്ങോട്ടേക്ക് പോകും, അവിടെ ബാരിക്കേഡ് ഉണ്ടാകും, ബാരിക്കേഡ് മറികടക്കാൻ നോക്കും, അവിടെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ പരമാവധി ലാത്തി ചാർജ് ഉണ്ടാകും. അതും ഉണ്ടായില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു, അറസ്റ്റ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകും. അത് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നതല്ലല്ലോ. പ്രത്യേകിച്ച് സനോജിന് അത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് സമരമുഖങ്ങളിൽ സനോജ് ഉണ്ടായിരുന്നതല്ലേ. അപ്പൊ അതിന് ഡിവൈഎഫ്ഐ ഇറങ്ങണോ? പോലീസിൽ ഉണ്ടല്ലോ കേരളത്തിൽ. ഞങ്ങള് അല്ലല്ല, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളോടൊന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്താം, മന്ത്രി ഓഫീസിലേക്ക് മാർച്ച് നടത്താം. അതിൽ വിഭിന്നമായിട്ട് മന്ത്രിയുടെ സ്വകാര്യ വസതിയിലേക്ക്, വീട്ടിലേക്കുള്ള മാർച്ച്, ഇങ്ങനെ തുടങ്ങിയ ചില ഭീഷണി പ്രസംഗങ്ങൾ, ഇങ്ങനെ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണം ഉണ്ടാവും. അത് എല്ലാ കാലത്തും അത്തരം പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെയോ സമരത്തെയൊന്നും ഞങ്ങൾ ആരും തള്ളിക്കളയുന്നില്ല. സമരത്തിൻ്റെതായ വഴിക്ക് പോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ എതിരല്ല. പിന്നെ ഇവർ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരികയാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ സമരങ്ങൾ പുതിയ കാര്യമല്ല. അതൊരു സമരസംഘടനയായ ഡിവൈഎഫ്ഐയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന സനോജിന് നന്നായി അറിയാം. സോളാർ സമരങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാ മന്ത്രിമാരെയും തെരുവിൽ തടഞ്ഞു, എല്ലാ മന്ത്രിമാരെയും കരിങ്കൊടി കാണിച്ചു. ഒരു കല്ലേറിൽ ഉമ്മൻചാണ്ടിക്ക് പരിക്കേറ്റു, ഉമ്മൻചാണ്ടിയുടെ നെറ്റി മുറിഞ്ഞു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലുള്ള വീട്ടിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തി. ഇതൊക്കെ വലിയ കാര്യമാണോ ശ്രീ സനോജ്? ഞാൻ പറഞ്ഞല്ലോ മന്ത്രിമാരെ തടയുന്നതിനോ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നതിനോ മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നതിനോ ഞങ്ങൾ എതിരല്ല. പക്ഷെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് മന്ത്രിമാരുടെ സ്വകാര്യ വീട്ടുകളിലേക്ക് മാർച്ച് നടത്തുക, അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക, നാട്ടിലാകെ കലാപത്തിന് ആഹ്വാനം ചെയ്യുക, ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഇനി താങ്കൾ പറഞ്ഞു വന്നത് ഇവിടെ ശ്രീ സനോജ് ഇവിടെ ശ്രീ വി കെ സനോജിന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടില്ല. CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടില്ല. പ്രതിഷേധ മാർച്ച് ഉണ്ടാവുന്ന ആരുടെ വീട്ടിലേക്കാണ്? അത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേർക്കും മന്ത്രി VN വാസവന്റെ നേർക്കും അല്ലെങ്കിൽ ആണല്ലോ പ്രതിഷേധം. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഈ കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ 68 വർഷം പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു. ആ സാധു സ്ത്രീ ജസ്റ്റ് ആ സിനേറിയോ തിരിച്ചിട്ട് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പ്രതിപക്ഷത്താണെന്ന് ആലോചിച്ച് നോക്കൂ. സനോജ് പ്രതിഷേധിക്കാൻ വീട്ടിൽ കയറിയിരിക്കുമോ? എന്തൊരു സമരങ്ങൾ കണ്ടേനെ കേരളം. ഇതൊക്കെ ചെറുതല്ലേ സനോജ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ? ഞാൻ പറഞ്ഞല്ലോ, ആഷ്മി ഞാൻ പറഞ്ഞല്ലോ, കേരളം കുറെ കൂടി പൊളിറ്റിക്കലായി ഇത്തരം സമരങ്ങൾ നേരത്തെയും ഏറ്റെടുത്തിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. അതിനൊന്നും ആരും എതിരല്ല. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഒരു സമരത്തിനും ഞങ്ങൾ എതിരല്ല. പക്ഷേ മന്ത്രിയുടെ വീട്ടിലേക്ക്, അത് ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിക്കോ, നിങ്ങൾ മറ്റ് മന്ദിരങ്ങളിലേക്ക് മാർച്ച് നടത്തിക്കോ, മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കോ, മറ്റ് തലത്തിൽ മന്ത്രിയുടെ വീട്ടിൽ ഇപ്പോൾ മന്ത്രിയുടെ ബന്ധുക്കൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട കുടുംബക്കാരൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു മാർച്ചുമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശരിയല്ല. ഒരു സമരത്തിന്റെ ഉള്ളടക്കത്തെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോവും. അത് നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും. ആ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഡിവൈഎഫ്ഐക്കുണ്ട്. ആ അഭിപ്രായമാണ് ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തിയത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ സനോജ്. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. ശ്രീ ശ്രീപത്മനാഭൻ, ഇവിടെ നിന്ന് പാർട്ടി മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്നുള്ളതാണ്. കോട്ടയം സംഭവത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തെല്ലാം നെറുകെട്ട ആക്ഷേപങ്ങളാണ് നിരത്തുന്നത്. രക്ഷാപ്രവർത്തനം വൈകി, അവശിഷ്ടങ്ങൾക്കിടയിൽ ആരുമില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞ മരണകാരണം എന്നിങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാതെ എറിഞ്ഞു കൊടുക്കാനും വാർത്തകൾ ഏറ്റെടുത്ത് സമരം നടത്താനും വഴി സമീപിക്കാനും ആംബുലൻസ് തടയാനും കോൺഗ്രസിന് മുൻമന്ത്രി MLA-മാരും അടക്കം രംഗത്ത് വരുന്നതിന് വഴി തടയലോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കരിങ്കൊടി കാട്ടലോ ഐക്യകേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാവുന്നതല്ല. ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത്. എൻ്റെ ചോദ്യം അതല്ല. ശ്രീ വി കെ ശ്രീപത്മനാഭൻ, അവിടെ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുമ്പോൾ അർബൽ നക്സൽ എന്നും ആഭരണത്തെ അട്ടിമറിക്കാനെന്നും തീവ്രവാദി ജിഹാദി കൂട്ടുകെട്ട് എന്നൊക്കെയാണ് കേന്ദ്രത്തിന്റെ ഭാഷ. എന്തുകൊണ്ടാണ് ഈ അത്ഭുതകരമാവണ്ണം അധികാരത്തിന്റെ ഭാഷ ഒന്നുപോലെ ആവുന്നത് ശ്രീ വി കെ ശ്രീപത്മനാഭൻ? ഞാൻ ഈ വിഷയത്തെ ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് സമരങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ സമരത്തിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ശരിയാണോ, സമരത്തിൻ്റെ ശൈലി ശരിയാണോ എന്ന് ചർച്ച ചെയ്യേണ്ട സമയമല്ലത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യം, ആ വിഷയം വളരെ മോശമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വളരെ മോശമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, അതുപോലെ തന്നെ ഉപകരണങ്ങൾ ആവശ്യത്തിനില്ല. ഞാൻ തീരെ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ദൗർലഭ്യമുണ്ട്. അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ കെട്ടിടങ്ങൾ. ഞാൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിൻ്റെ, അതായത് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മെൻസ് ഹോസ്റ്റലിൻ്റെ ഉള്ളിലെ ചിത്രങ്ങൾ ഇവിടുത്തെ എല്ലാ ചാനലും കാണിച്ചു കഴിഞ്ഞു.
ഞാൻ ഈ സംഭവം നടന്ന ഉടനെ കോട്ടയത്തെ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പല ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകൾ മെൻസ് ഹോസ്റ്റൽ അടക്കമുള്ള ബിൽഡിങ്ങുകളുടെ ഉള്ളിൽ പോയി കാണിച്ച വിഷ്വൽസ് തെളിയിച്ചു കഴിഞ്ഞു. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പലതിലും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കണം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അത് പെട്ടെന്ന് തന്നെ ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ കഴിഞ്ഞ കുറേ ചർച്ചകളിലായി ഇവരോട് വളരെ താണുകേണ് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതിയുണ്ട്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അത് കേരളത്തിലെ പാവപ്പെട്ട ഏതാണ്ട് 35 ലക്ഷം കുടുംബങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡത്തിൽ കേരളത്തിന് വേണ്ടി മാത്രം മാറ്റം വരുത്തിയതാണ്. നമുക്ക് കണക്കിലേക്ക് തന്നെ വിശദമായി ഉറപ്പായി എത്താം. കുറച്ചുകൂടി വിശാലമായ ചർച്ചയ്ക്ക് വിധേയമാണ്. അടുത്ത റൗണ്ടിൽ ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ചാണ്ടിയുമ്മൻ, താങ്കൾ കേൾക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവിടെ നിന്ന് റേഞ്ചിൽ എന്ന് പറയുന്നു, അതുകൊണ്ടാണ് സൂം ദൗർഭാഗ്യമാണ്. പോട്ടെ, ചാണ്ടിയുമ്മൻ, ഞാൻ ചാണ്ടിയുമ്മനിലേക്ക് വരുന്നതിന് മുൻപ് മന്ത്രി VN വാസവന്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ ആവശ്യം ഉന്നയിക്കുന്നവരോട് മിനിമം ഒരു ചോദ്യം. 11 പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം. ആ 11 പേര് ഭരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുകയോ ഇപ്പൊ വിമാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതുകൊണ്ടേ ഗതാഗത മന്ത്രി രാജിവെക്കുക? ഇത് ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായൊന്നുമില്ലോ. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങളോട് വരാനുള്ളതെന്ന് മാത്രം ആണ് താമസം വന്നത്, അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു. അപ്പോൾ കാലകൂട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതിൽ ക്ലിയർ ആകുന്നത്. ചാണ്ടിയുമ്മനിലേക്കാണ് എത്താൻ ആഗ്രഹിച്ചു, പക്ഷേ ദൗർഭാഗ്യവശാൽ കോൾ കട്ടായിപ്പോയി. ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു PCR. ചാണ്ടിയുമ്മൻ ഒക്കെ ശരിയായെന്ന് തോന്നുന്നു. ശ്രീ ചാണ്ടിയുമ്മൻ, മന്ത്രി VN വാസവൻ പറയുകയാണ്, ഈ പറയുന്ന രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അപകടമുണ്ടായി, തീവണ്ടി അപകടമുണ്ടായി, എന്തോ ആൾക്കൂട്ട മരണമുണ്ടായി, അവിടങ്ങളിലെ മന്ത്രിമാർ, കർണാടകയിൽ അപകടമുണ്ടായി, അവിടുത്തെ മന്ത്രിമാരൊന്നും രാജിവെച്ചില്ലല്ലോ. അതോടൊപ്പം VN വാസവൻ ഒരു കാര്യം പറയുകയാണ്, അതായത് ആരോഗ്യമന്ത്രി ഒന്ന് ഉരുട്ടിയിട്ടതല്ലോ. എത്രമാത്രം ഇൻസെൻസിറ്റീവായ ഒരു മന്ത്രി പറഞ്ഞുകൂടാത്ത പ്രതികരണമാണത് ശ്രീ ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും വളരെ ലാഘവത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ വലിയ ഒരു ഹെൽത്ത് ട്രാജഡി ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കേണ്ട സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഈ ഒരു പ്രശ്നം നിൽക്കുന്ന സാഹചര്യത്തിൽ മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചേർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അദ്ദേഹത്തിന്റെ പദവിക്ക് ചേർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ ഉരുട്ടിയിടും. ഇതാണ് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് മന്ത്രി പറയുന്നതെങ്കിൽ, ഗവൺമെന്റ് പറയുന്നതെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾ തന്നെ ഉരുട്ടിയിടും. കാരണം ആ തരത്തിലാണ് ഇതിനെ ലഘൂകരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പം അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ജയകുമാറിനെ ചാരിയ സൂപ്രണ്ടന്റ് എല്ലാം ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആണ്, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഒരു ബൈസ്റ്റാൻഡർക്ക് രോഗ ചികിത്സയുടെ പോലും ഒരു അപാകത എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, നമ്മളിപ്പം റോഡിൽ കൂടെ നടന്നു ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചാൽ പോലും അതിന് വേണ്ട കോമ്പൻസേഷൻ കിട്ടും. ഈ കാര്യത്തിൽ ഇതുവരെ ഒരു അക്ഷരം ഈ സർക്കാർ വേണ്ടിയിട്ടുണ്ടോ? ഇതുവരെ എത്ര കൊടുക്കുമെന്നോ ആ കുടുംബത്തിനെ എങ്ങനെ സംരക്ഷിക്കുമെന്നോ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വളരെ ലാഘവത്തോടു കൂടി പറയാണ് അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചു, പലയിടത്ത് ട്രാജഡികൾ സംഭവിച്ചു. ഈ ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇടതുപക്ഷം ഉണ്ടാക്കുന്നത്? UP-യിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ എന്തൊക്കെ പറഞ്ഞു? ഇപ്പൊ രാജ്യത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നത് വലിയ പ്രശ്നവും കേരളത്തിൽ നടക്കുന്നത് വളരെ ലാഘവത്തോടു കൂടി കാണുന്നത് തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിന്റെ സമീപനത്തെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ഞാൻ മെൻസ് ഹോസ്റ്റലിൽ പോയി. ആ മെൻസ് ഹോസ്റ്റലിൽ പോയതിനു ശേഷം എനിക്ക് കോഴിക്കോട് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, നാട്ടകം കോളേജിൽ നിന്ന് ഒക്കെ വിളി വരികയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ കോട്ടയത്ത് നിന്ന് വിളി വരികയാണ്. ഇവിടെ സാഹചര്യങ്ങൾ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലത്തു നിന്നും വരികയാണ്. അപ്പോഴാണ് ഈ പ്രശ്നത്തെ ലഘൂകരിക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിലെ പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് തടി ഊരുവാൻ സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെയൊന്നും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ ഇതിന് ഈ തെറ്റായ സമീപനത്തിന് പാർട്ടി
പാർട്ടി മുഖപ്പത്ത് ദേശാമാന്യരുടെ മുഖപ്രസംഗം താങ്കൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ തലക്കെട്ട് മരണവ്യാപാരികൾ ആഭാസ് നിർത്തുമെന്നുള്ളതാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എന്താണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മരണത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കും, പ്രതിപക്ഷം അത് മുതലെടുക്കുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു വന്നാൽ എന്താണ്, ഈ സംഭവത്തെ തുടർന്ന് മാധ്യമ പിന്തുണയോട് അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ശ്രദ്ധിച്ചാൽ 9 വർഷം മുൻപ് ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും അംഗീകരിക്കാൻ കഴിയാത്ത അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങൾ കാണാം. പ്രധാനമായും 2 ലക്ഷങ്ങളാണ് ബഹളങ്ങൾക്ക് പിന്നിൽ. ഒന്ന്, കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നെന്ന് വരുത്തി തീർത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സമരനാടകങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ഗൂഢാലോചന കൂടിയുണ്ട്. സൗജന്യ ചികിത്സ നൽകുന്ന ഇത്തരം ആതുരാലയങ്ങളെ തകർത്ത് സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണത്തിനായി സാധു മനുഷ്യരെ എറിഞ്ഞുകൊടുക്കുക എന്ന മനുഷ്യത്വഹീനമായ ലക്ഷ്യം എന്നൊക്കെയാണ് നിങ്ങൾക്കെതിരെയുള്ള കല്ലേപ്പിളർക്കുന്ന കഠിനമായ ആരോപണങ്ങൾ. ചാണ്ടിയുമ്മൻ, ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് ചികിത്സിക്കാൻ പണമുള്ള ഒരുത്തൻ ഇപ്പോഴും പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെയാണ്, മെഡിക്കൽ കോളേജിലേക്കല്ല. മെഡിക്കൽ കോളേജിൽ വരുന്നത് ഒരു ഗതിക്ക് പരഗതിക്ക് വഴിയില്ലാത്ത പാവ മനുഷ്യരാ. ചാണ്ടി, ഇതിനകത്ത് സൗജന്യ ചികിത്സ എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാ? 300 രൂപ മാത്രം ദിവസക്കൂലി കിട്ടുന്ന ഒരു വ്യക്തിയുടെ ചികിത്സയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് 3,40,000 രൂപയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാരുണ്യ പദ്ധതി ഉണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് എവിടെയാ? ഈ സർക്കാർ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യത്തിനും ചികിത്സയ്ക്ക് തുക മേടിച്ചുകൊണ്ടിരിക്കുക, രൂപ മേടിച്ചുകൊണ്ടിരിക്കുക, പ്രൈസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ സർക്കാർ. എന്നിട്ട് പറയുകയാണ് മെഡിക്കൽ കോളേജ് സൗജന്യം. അവിടെ തന്നെ നമുക്ക് അറിഞ്ഞൂടെ 3,40,000 രൂപയുടെ ബില്ല് എങ്ങനെ കിട്ടുന്നത്? എവിടെയാ സൗജന്യം? ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ശ്രമം. പാർട്ടി പത്രം എഴുതിയാൽ സൗജന്യ ചികിത്സ ആയി കിട്ടുമോ? ഇവിടെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ എല്ലാ ഓപ്പറേഷനും നിർത്തിവെക്കേണ്ട സാഹചര്യം വന്ന അവിടുന്ന് പലരെയും പറഞ്ഞു വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഭക്ഷണം കൊടുക്കുന്നവർ പറയുന്ന പലരും ഇന്ന് വരുന്നില്ല എന്നുള്ളത് വരെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജ് ഇന്ന് സൗജന്യമാണെന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഈ ഗവൺമെന്റ് 9 വർഷക്കാലം കൊണ്ട് സൗജന്യമായ എല്ലാം എടുത്തു കളഞ്ഞ് എല്ലാ കാര്യത്തിനും പൈസ മേടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പിന്നെ പറയുന്നു അധികാരത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ ഈ ശ്രദ്ധ കൊണ്ടുവരണ്ടേ? ജനങ്ങളുടെ മുന്നിൽ ഇത് അധികാരികളുടെ മുന്നിൽ ഇത് കൊണ്ടുവരണ്ടേ? ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഞങ്ങൾ മിണ്ടാതിരുന്നാ പറയും ഞങ്ങൾ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നാ പറയുന്നത്. ഇന്ന് എനിക്കെതിരെ ആരോപണം വരുന്നത് ഞാൻ മിണ്ടാതിരുന്നു എന്നാ പറയുന്നത്. ഞങ്ങൾ അവിടെ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും സംഭവിച്ചതെന്ന് അധികാരപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം ആധികാരികമായി പറയാൻ സാധിക്കും എന്താണ് അവിടെ നടന്നത്. ഞങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴും അനങ്ങാതെ നിൽക്കുന്ന ഒരു സംവിധാനത്തെയാണ് അവിടെ കണ്ടത്. അനങ്ങാതെ നിൽക്കുന്ന സംവിധാനം. ഞങ്ങൾ ചോദിക്കുന്നു എന്താ ഇവിടെ സംഭവിക്കുന്നത്, എപ്പോഴാണ് റെസ്ക്യൂ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ഉത്തരം പറയാതെ. ചാണ്ടി, അതിനകത്ത് അതായത് ഈ ബിൽഡിംഗ് വീണപ്പോൾ തന്നെ ബിന്ദു മരിച്ചു. അപ്പൊ അത് കാരണം ആ സമയത്ത് രക്ഷാദൗത്യം നടത്തിയിരുന്നുവെങ്കിലും അല്ല ഒറ്റ ചാണ്ടി, അതായത് ബിൽഡിംഗ് വീണപ്പോൾ തന്നെ ബിന്ദു മരിച്ചു. അതുകൊണ്ട് രക്ഷാദൗത്യം നേരത്തെ ആയിരുന്നെങ്കിലും ബിന്ദുവിനെ ജീവനോടെ കാക്കാൻ കഴിയുമായിരുന്നില്ല എന്നൊരു നറേറ്റീവ് കൂടെ ഇടയ്ക്ക് കേട്ടോ ശ്രീ ചാണ്ടി. അങ്ങനെ നരേറ്റീവിന് മുമ്പ് മറ്റൊരു നരേറ്റീവ് ഉണ്ട്. അവിടെ ഒറ്റപ്പെട്ട ബിൽഡിംഗ് ആണെന്നുള്ള നരേറ്റീവ്, അവിടെ ആരും ഇല്ല എന്നുള്ള നരേറ്റീവ്. അത് വ്യാജ നരേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ ഉള്ള ശ്രമം, അങ്ങനെയുള്ള ശ്രമം നടന്ന ഒരു സമയം കൂടിയാണ് ഈ ഗവൺമെന്റിൻ്റെത്. അപ്പോൾ ഞങ്ങൾക്കത് ജനങ്ങളോട് പറയണ്ടേ ഇങ്ങനെ വ്യാജ നരേറ്റീവ് ഉണ്ടായി എന്നുള്ളത്? അത് പറഞ്ഞാൽ ഞങ്ങൾ അധികാര കൊതിയന്മാരായോ അധികാര ഭ്രാന്തന്മാരായോ? ഞങ്ങൾ ജനങ്ങളോട് സത്യം പറഞ്ഞു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതാണോ ഞങ്ങൾ ചെയ്തത് തെറ്റ്? ഇവിടുത്തെ സാധാരണക്കാരായ രോഗികൾ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ഷീറ്റ് തന്നിരിക്കുന്നു. അത് ജനങ്ങളോട് പറഞ്ഞതാണോ ഞങ്ങൾ ചെയ്തത് തെറ്റ്? ഇവിടെ പിന്നെ ഒരു വ്യക്തി വീണ് കിടക്കുകയാണ്. ആ കിടക്കുന്ന ബോഡി അത് എത്രയും പെട്ടെന്ന് ഉണ്ടോ എന്ന് പോലും അറിയാത്ത സാഹചര്യം. അപ്പൊ എല്ലാരും തെറ്റിദ്ധരിപ്പിക്കുക, ഒന്നും സംഭവിച്ചില്ല. ഉപയോഗിക്കാത്ത കുളിമുറി. ഞാൻ ചോദിക്കട്ടെ, ഉപയോഗിക്കാത്ത കുളിമുറിയിലാണ് എത്രയോ പേര് ഞാൻ കണ്ടു. ഇന്നലെയും ഞാൻ പറഞ്ഞു കുളിച്ചു കഴിഞ്ഞ വെറുതെയാണെന്നും അതൊക്കെ പറഞ്ഞത് വെറുതെയാണ്. നമ്മൾ ടോബി ആ സമയത്ത് പോലീസ് തടഞ്ഞതിന് മുമ്പ് അകത്തെടുത്ത ദൃശ്യങ്ങളൊക്കെ നമ്മൾ കേരളത്തെ കാണിച്ചതുമാണ്. ഞാൻ അങ്ങേലേക്ക് എത്താം ശ്രീ ചാണ്ടി. ശ്രീ വി കെ സനോജ്, ഇവിടെ കേരളത്തിന്റെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് ഈ രാജ്യമൊട്ടാകെ സഞ്ചരിച്ച ആർക്കും കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ ആവർത്തിച്ച് വരുന്ന കണക്കിലടക്കം എപ്പോഴും നമുക്ക് ബോധ്യമാണ്. അത് 1-2 പിണറായി സർക്കാരുകളുടെ മാത്രം നേട്ടമല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്ന UDF സർക്കാർ നേട്ടമല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്ന LDF സർക്കാരിൻ്റെ മാത്രം നേട്ടമല്ല. കേരളം ഉണ്ടായപ്പോൾ മുതൽ അല്ലെങ്കിൽ കേരളം ഉണ്ടാവുന്നതിന് മുൻപേ ഒക്കെയുള്ള ഇവിടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുടെ ഒക്കെ എന്താണ് ഗണ്യമായ ഓരോ കാലം കഴിയുന്നതോളം അപ്ഡേറ്റായി വന്ന നമ്മുടെ
നമ്മുടെ കാമ്പുള്ള നമ്മുടെ എന്താണ് നമ്മുടെ വല്ല എന്താണ് കട്ട വേരുകൾ എന്ന് പറയില്ലേ, ആ വേര് ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ആ പ്രശ്നം അവിടെയല്ല. പ്രശ്നം ഇവിടെയുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ഈ ആരോഗ്യ കേരളത്തെ തകർക്കാൻ എല്ലാവരും കൂടി ശ്രമിക്കുന്നു. ഓർത്തു നോക്കൂ, ഒരു ബിൽഡിംഗ്, ഒരു സർക്കാർ ആശുപത്രിയുടെ ബിൽഡിങ്ങിൽ വീണ് ഒരു പാവം സ്ത്രീ മരിച്ച് ആ പാവം സ്ത്രീയുടെ മോൻ കിടന്ന് കരയുക, എൻ്റെ അമ്മ എനിക്കിനി ആരാ ഉള്ളത് എന്ന് പറഞ്ഞ ദയനീയ കരച്ചിൽ കേട്ടു മന്ത്രി വി എൻ വാസവൻ പറയുകയാണ് മന്ദിരം ഒന്ന് ഉരുട്ടിയിട്ട് കൊന്നതാണോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഇൻസെൻസിറ്റീവ് ആവുന്നത് മന്ത്രിമാർ? ശ്രീ വി കെ സനോജ്, ഈ മന്ത്രിമാരുടെ പ്രസ്താവനകൾ വ്യാപകമായി വളച്ചൊടിച്ച് മന്ത്രിമാർ അവിടെ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനമെല്ലാം വൈകിപ്പിച്ചു എന്ന ധ്വനിയിലാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മന്ത്രിമാർ അവിടെ എത്തിയത് ആ സംഭവം അറിഞ്ഞതിന് ശേഷം, അപ്പൊ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിന്നോ? മന്ത്രിമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് മന്ത്രിമാർക്ക് ഈ നിലയിൽ പ്രതികരിക്കേണ്ടി വന്നത്? ഇന്നത്തെ ദിവസം ഒരു മന്ത്രി നടത്തിയ പ്രസ്താവന, ഇപ്പൊ വി എൻ വാസവൻ അവിടെ നടത്തിയത് JCB കൊണ്ടുവന്നിട്ടുണ്ട്, അത് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്നാണ് മന്ത്രിയുടെ ബൈറ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. വീണ ജോർജ് പറഞ്ഞത് മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോൾ അറിവില്ല, മറ്റ് മെഷീനുകൾ കൂടി എത്തിയതിനു ശേഷം പരിശോധന നടത്തുകയാണ് എന്നാണ് വീണ ജോർജും അവിടെ പറഞ്ഞത്. ഈ രണ്ട് മന്ത്രിമാരും അവിടെ ആരുമില്ല, രക്ഷാപ്രവർത്തനമൊന്നും ആവശ്യമില്ല എന്ന നിലക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മള് പറഞ്ഞ് മന്ത്രിമാർ രണ്ടുപേർ അവിടെ എത്തി രക്ഷാപ്രവർത്തനം എല്ലാം തടസ്സപ്പെടുത്തി എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇന്നിപ്പോ ചില മാധ്യമങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത JCB ഡ്രൈവറും JCBയുടെ ഉടമയുടെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ JCBയുമായിട്ട് പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത വിധത്തിലാണ് ആ കെട്ടിടം അവിടെ ഉള്ളത്. കാരണം ആ കെട്ടിടത്തിലേക്ക് നേരിട്ട് JCBക്ക് കടക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടായി. ചില അതിന്റെ സൈഡിലുള്ള ചില കെട്ടിടങ്ങളുടെ ചില ഭാഗങ്ങൾ പൊളിച്ചിട്ട് ആണ് അങ്ങോട്ട് JCB കടക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ അവരിതിനെ വിശദീകരിക്കുകയാണ്. അപ്പൊ JCB അങ്ങോട്ട് കടക്കാൻ ചില പ്രയാസങ്ങൾ നേരിട്ടതിന്റെ കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഈ സംഭവം നടന്ന ഉടൻ തന്നെ വ്യാപകമായ നിലയിൽ ഇതെല്ലാം എത്താൻ വൈകി ആകെ കുഴപ്പമായി എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നത്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ട് എന്തെല്ലാം പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ UDFന്റെ കാലവും LDFന്റെ കാലവും എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വ്യാപകമായ നിലയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതിപ്പോ ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ഈ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ്, കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു, ആന്ധ്രയിൽ കോൺഗ്രസ് ഭരിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP മറ്റു പാർട്ടികളൊക്കെ ഭരിക്കുന്നു. അവിടെയൊന്നും ഇതുപോലെയുള്ള ഒരു സംഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ അല്ലേ 14 ആളുകൾ ഈ കർണാടകയിൽ IPLന്റെ ആഘോഷവേളയിൽ മരിച്ചത്? ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലേ ആന്ധ്രയിൽ അവിടെ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിന്റെ ഭാഗമായിട്ട് 70-ൽ കൂടുതൽ ആളുകൾ മരിച്ചത്? അപ്പൊ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നമ്മൾ ഈ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്നുള്ളത് ഇപ്പം ആലോചിച്ച് നോക്ക്. കേരളത്തിലെ രാഷ്ട്രീയ സമരങ്ങളുടെ ഒക്കെ കാലത്തെ മുദ്രാവാക്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കുക, മന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ കോൺഗ്രസിന് മുദ്രാവാക്യം ഉണ്ടായ ഉടനെ പോയി മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലല്ലോ. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ലേ? ശ്രീ വി കെ സനോജ്, ഇവിടെ ആഭ്യന്തര വകുപ്പിൽ പ്രശ്നം ഉണ്ടായൊരു എന്താണ് ഒരു ലോക്കപ്പ് മരണം ഉണ്ടായാൽ നേരെ ചോദ്യം മുഖ്യമന്ത്രിയുടെ നേരെ തന്നെയാണ്, ആഭ്യന്തരമന്ത്രിക്ക് നേരെ തന്നെയാണ്. ആരോഗ്യവകുപ്പിൽ പ്രശ്നമുണ്ടായാൽ ചോദ്യം ഉണ്ടാവുക ആരോഗ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്. വാസവന്റെ വകുപ്പിൽ പ്രശ്നമുണ്ടായാൽ ചോദിക്കുക വാസവനോട് തന്നെയാണ്. ആ ചോദ്യം ഉണ്ടാകുമ്പോഴേക്കും മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്ന് പറയാവോ സനോജ്? സമരങ്ങളുടെ ഭൂതകാലമുള്ള ഒരു സംഘടന. ചോദിച്ചോളൂ, ചോദിക്കുന്നതിനും ആരും എതിരല്ല. ചോദിക്കുമ്പോൾ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ അതിനെ നേരിടും. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലാണല്ലോ അവിടെ ഒരു മരണമുണ്ടായത്. ആ മരണത്തെ എങ്ങനെയാണ് UDFന്റെ നേതൃത്വം അന്ന് ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ്. ആംബുലൻസ് പോകുന്ന ആശുപത്രി വഴി തടസ്സപ്പെടുത്തി നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തല്ലോ. അന്ന് എന്തുകൊണ്ടാണ് ഈ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് രാത്രിക്ക് രാത്രി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വന്നത്? അപ്പൊ ഇങ്ങനെയുള്ള മരണത്തെ പോലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ 9 വർഷമായിട്ട് അധികാരത്തിന്റെ പുറത്താണ്. ഇപ്പൊ തന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞല്ലോ ഈ ഭരണത്തെ തന്നെ ഉരുട്ടിയിടുമെന്ന്. ഭരണത്തെ ഉരുട്ടിയിടാൻ ആവശ്യമായിട്ടുള്ള ആലോചനയാണ് ഇവരുടെ എല്ലാം മനസ്സിലത്തെ എല്ലാ. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഏറ്റുപിടിക്കരുത്. ഇപ്പോ മന്ത്രി ഉരുട്ടിയിട്ടതല്ലോ എന്ന അങ്ങേയറ്റം ദയാരഹിതമായ ഒരു പ്രസ്താവനയെ പ്രിയപ്പെട്ട സനോജ് ഏറ്റുപിടിക്കരുത്.
ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും കൂടി, മാധ്യമങ്ങളും UDF-ഉം ഒരുപറ്റം വലതുപക്ഷ ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് മന്ത്രിയാണ് ഈ കൊലക്ക് ഉത്തരവാദി, മന്ത്രി കൊലയാളിയാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം വ്യാപകമായി സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഇതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ ഒരു സംഭവമാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ തകരാറാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ നമുക്ക് ഇപ്പുറത്തുള്ള ആളുകൾക്കും ചില കണക്കുകൾ പറയേണ്ടി വരും. അങ്ങനെയാണ് ചില കണക്കുകൾ നമ്മൾ പറയുന്നത്. ഇപ്പൊ ചാണ്ടി ഉമ്മൻ പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന്. നിങ്ങളെ UDF-ന്റെ ഭരണകാലം, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരോഗ്യ മേഖലക്ക് നീക്കിവെച്ച ബജറ്റ് വിഹിതം എത്രയാണ്? 665 കോടിയാണ്. ഈ കാലത്തെ ബജറ്റ് വിഹിതം എത്രയാണ്? 2500 കോടിയിൽ പരം രൂപയാണ്. ഞാൻ നിങ്ങൾ വിവിധ മെഡിക്കൽ കോളേജുകൾക്ക് അനുവദിച്ച പണം സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ 5 വർഷത്തിനിടയിൽ, അതിനുശേഷം വന്ന വീണ്ടും ഗവൺമെന്റ് ഭാഗമായിട്ട് 4 വർഷം, 9 വർഷത്തിനിടയിൽ ആരോഗ്യ മേഖലയിൽ മാത്രം സൃഷ്ടിച്ച തസ്തികകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, സൗജന്യ ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ച പണത്തിന്റെ തുക അളവ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം UDF-ന്റെ കാലത്തും എത്രയോ മെച്ചമാണ് എന്ന് മാത്രമല്ല, ഇരട്ടിയുമായ തുക ഈ കാര്യങ്ങൾക്ക് നീക്കിവെച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അപ്പൊ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിലയിൽ ബജറ്റ് വിഹിതത്തിനകത്ത് ഇടപെടൽ നടത്തുന്നു. കിഫ്ബിയുടെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് കെട്ടിടങ്ങൾ പണിയുന്നു. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ചാണ്ടി ഉമ്മൻ അവിടെ പോയിട്ട് എന്തോ വലിയ സന്ദർശനം നടത്തിയെന്ന്. നിങ്ങൾ ഈ സന്ദർശനം നടത്തിയിട്ടുള്ള ഹോസ്റ്റൽ പുതുക്കി പണിയുന്നു. 6 കോടി രൂപ ചെലവിട്ട് പുതുക്കി പണിത് ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ഈ തകർന്നു വീണ കെട്ടിടം തന്നെ അത് ഇപ്പൊ ഉപയോഗിക്കുന്നതായിരുന്നില്ല. എന്നാൽ ഇപ്പോഴുള്ള തിരക്ക് വെറുതെ പറയുന്നതാണേ. അങ്ങനെ ഒന്നുമില്ലേ? ഞാൻ വേണ്ട ദൃശ്യങ്ങൾ കാണിക്കാം. ഈ അപകടത്തിന് ശേഷം ഈ പറഞ്ഞ അകത്ത് ഒഴിപ്പിച്ചു എന്ന് വാർഡിന് ദൃശ്യങ്ങൾ കാണിക്കാം. ഇന്നലെ കളക്ടർ പറഞ്ഞ ദൃശ്യങ്ങൾ കാണിക്കാം. ഇന്നലെ കളക്ടർ പറഞ്ഞ എന്താ? അവിടെ രോഗികൾ ഉണ്ടായിരുന്ന കളക്ടർ പറഞ്ഞത്, ആ രോഗികൾക്ക് വേണ്ടി ആ ബിൽഡിംഗ് ഓപ്പൺ ആണെന്ന് കളക്ടർ പറഞ്ഞത്. ഞാൻ എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കൂ അഷ്മി. അതായത് ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുകയും പുതിയ കെട്ടിടം എല്ലാ പണിയും പൂർത്തിയായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം ബാക്കിയായി അവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കെട്ടിടത്തിലേക്ക്, ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിലേക്ക് ആരും പോവാൻ പാടില്ലാത്തതാണ് എന്ന നിലയിൽ തന്നെയാണ് അതിനെ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിലെ തിരക്കുകൾ കാരണം പലരും അത് ഉപയോഗിക്കുന്നു. അതിൽ വന്നിട്ടുള്ള അശ്രദ്ധയും ആ കെട്ടിടം ഉപയോഗിക്കാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ചാണ്ടി പറയട്ടെ. ചാണ്ടി അന്വേഷിക്കട്ടെ, അത് സംബന്ധിച്ച് അന്വേഷണം പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി ശ്രീ ചാണ്ടിയുമ്മൻ, എന്റെ പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്ന്, ഈ പറഞ്ഞ കളക്ടർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ ഇതിനെതിരെ കളക്ടർ റിപ്പോർട്ട് കൊടുക്കുമോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നൊരു മിനിറ്റ്സിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. മന്ത്രി അടക്കമുള്ള ഇരുന്ന മിനിറ്റ്സിന്റെ റിപ്പോർട്ടാണ്. അവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആൾക്കാരെ മാറ്റിക്കോ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറയും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരവാദിത്തം ആ കോളേജ് പ്രിൻസിപ്പലിനാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും സൂപ്രണ്ടിൻ്റെ തലയിൽ, സൂപ്രണ്ട് ആരാണ്? സൂപ്രണ്ട് പാവം മനുഷ്യൻ. അദ്ദേഹം എന്താണ് ഈ പറയുന്ന രീതിയിൽ വലിയ ചികിത്സാ പാരമ്പര്യമുള്ളൊരു സാത്വികനായ ഇവിടുത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഡോക്ടർ ഹാരിസ് ഹസനെ പോലെ ഒരു പരമസാധു മനുഷ്യൻ, സിസ്റ്റത്തിന് അത് വീർപ്പൂട്ടുന്ന മനുഷ്യൻ, അദ്ദേഹം ഗതികേട് കൊണ്ട് ഞാനാണെല്ലാം പറയുന്നത് ഏറ്റെടുത്തു എന്ന് അങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ അവരുടെ തലയിൽ വെച്ചേക്കാം എന്നാലോചിച്ചാലോ ശ്രീ ചാണ്ടി? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ സൂപ്രണ്ടിനെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെ മറിയാക്കി രക്ഷപ്പെടാനും ശ്രമിച്ചാലും ഇത് രക്ഷപ്പെടത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദിവസവും 3 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ആ ബാത്റൂം. അവിടെ എത്രയോ പേര് നിന്നിട്ട് പോയ സ്ഥലമാണ്. ഇപ്പൊ വേൾഡ് ക്ലാസ് എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ഈ ഹെൽത്ത് മോഡൽ, ആ ഹെൽത്ത് മോഡൽ കാലത്ത് ഇങ്ങനെ ഒരു ബിൽഡിംഗ് തകർന്നു വീണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ UDF കാലത്ത് ഒരാൾ പോലും ഇങ്ങനെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ശ്രീ ജയകുമാർ എന്ന് പറഞ്ഞ നല്ലൊരു ഡോക്ടറിനെ, അദ്ദേഹത്തിന്റെ പേരിൽ രക്ഷപ്പെടാൻ ശ്രമം. 2, ഒരാൾക്കെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, UP-യിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കുന്നവർ, മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടായാൽ പ്രതികരിക്കുന്നവർ. ഇപ്പൊ കർണാടകത്തെ UP ഒക്കെ വിട്ടേക്ക്, ഇവിടെ കേരളത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എന്താ? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജിൽ ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ട് ഒരാൾക്കെതിരെ നടപടിയില്ല. മന്ത്രിയുടെ രാജി പോട്ടെ, അത് മറ്റുള്ള കാര്യങ്ങൾ പോട്ടെ, ഒരു നടപടി എടുക്കുവാൻ സർക്കാർ എന്തുകൊണ്ട് ഭയക്കുന്നു? എന്തിന് അവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്ഥലത്ത് എന്തുകൊണ്ട് ആളെ താമസിപ്പിച്ചു? 2, എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ
പുതിയ ബിൽഡിംഗ് വന്നിട്ട് അങ്ങോട്ട് ആളെ മാറ്റി പാർപ്പിച്ചില്ല. ഇന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ടല്ലോ, സംഭവത്തിന് ശേഷം മാറ്റി പാർപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ പുതിയ കെട്ടിടത്തിൽ പോയതാണ്. മെയ് 30 ഒരു തീരുമാനമുണ്ട്, മാറ്റി പാർപ്പിക്കണം. പിന്നെ ആർക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്? ഉദ്ഘാടനത്തിന് വരെ കാത്തിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ക്രിമിനൽ നെഗ്ലിജൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്തു വെക്കേ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ MDയും അതിന്റെ ഉദ്യോഗസ്ഥരും ഇന്ന് ജയിലിൽ കിടക്കത്തില്ലേ? നിയമം തുല്യമായി പാലിക്കണ്ടേ? നിയമം എല്ലാവർക്കും ഒന്നല്ലേ? അപ്പോൾ പ്രൈവറ്റിനുള്ള അതേ നിയമം ഗവൺമെന്റിനും ബാധകമല്ലേ? അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് കണ്ണു തുറക്കണം. നിയമം നീതി പോട്ടെ, UP-ലെ കാര്യമൊക്കെ വിട്, മറ്റു നാട്ടിലെ കാര്യങ്ങൾ വിട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാര്യം വിട്. ഇവിടെ ഭരിക്കുന്നത് നിങ്ങളായിരുന്നെങ്കിൽ, CPM പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യമന്ത്രി ഇരിക്കെ അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചിരുന്നെങ്കിൽ നാട് കത്തില്ലായിരുന്നോ? അത് വെച്ച് നിങ്ങളുടെ സമരങ്ങളൊക്കെ പാവം സമരങ്ങൾ ചാണ്ടി ചെറുത്. അപ്പൊ പറയും സർക്കാരാണ് ഉത്തരവാദി. കഴിഞ്ഞ ഗവൺമെന്റ് കാലം ഞങ്ങളാരും മറന്നിട്ടില്ല. അവിടെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ തുമ്മിയാൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എന്തൊരു വ്യത്യാസമാണ് നോക്കൂ. ഇന്ന് CPM ആണ് പ്രതിപക്ഷമെങ്കിൽ ഇവിടെ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത സമരങ്ങൾ. ഞങ്ങൾ പറഞ്ഞ അക്രമ സമരത്തിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് സമരത്തിനപ്പുറം ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കുടുംബത്തിന് നീതി കൊടുക്കണം. ആ കുടുംബത്തിന് 25 ലക്ഷമെങ്കിലും മിനിമം കൊടുക്കണം. വേൾഡ് ക്ലാസ് ഹെൽത്ത് എന്നാ പറയുന്നത്. അപ്പൊ വേൾഡ് ക്ലാസ് ലോ അപ്ലൈ ചെയ്യൂ. വേൾഡ് ക്ലാസ് ലോയിൽ എന്താണ്? പുറത്തൊരാൾ ഇങ്ങനെ മരിച്ചാൽ 1 കോടി എന്ന് ഞാൻ പറയുന്നു, 1 കോടി രൂപയെങ്കിലും അവിടെ കൊടുക്കും. ഇവിടെ ഞങ്ങൾ 25 ലക്ഷമേ പറഞ്ഞുള്ളൂ, ഇതുവരെ അനങ്ങിയിട്ടില്ല. ജോലി എന്ന് പറഞ്ഞു, അപ്പോഴും ഏതോ ഒരു നിയമനം കൊടുക്കാമെന്ന് പറയുന്നു. ആ കുടുംബത്തെ ദത്തെടുക്കണമെന്ന് പറഞ്ഞു, അപ്പോഴും അനക്കമില്ല. ആ കുടുംബത്തിന് ചികിത്സാ ചെലവ് വഹിക്കണം. 3,40,000 സൗജന്യ ചികിത്സയാന്ന് ഓർത്ത് നോക്കണം. സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഹോസ്പിറ്റലില് 3,40,000 ഒരു പാവപ്പെട്ടവന് കൊടുക്കേണ്ട സാഹചര്യം. എന്റെ അടുത്ത് നിരവധി രോഗികൾ വരുന്നു. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്തണം, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് നിരവധി രോഗികൾ വരുന്നു. എന്തുകൊണ്ടാണ് സർക്കാർ അനങ്ങാതിരിക്കുന്നത്? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി കോടി രൂപ അങ്ങ് ഒഴുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നില്ല? ഈ കുട്ടിക്ക് തന്നെ സൗജന്യ ചികിത്സ കൊടുക്കുന്നില്ല. ഇന്ന് ഈ മരണം നടക്കുമ്പോഴാണ് പറയുന്നത് സൗജന്യ ചികിത്സ തരുമെന്ന്. ഇപ്പൊ ബാക്കിയുള്ള രോഗികൾ, ആ രോഗികളുടെ സാഹചര്യം എന്താ? അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർ വേണ്ടി നിങ്ങൾ ഉണരണം. പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ഭരിക്കണം. പാവപ്പെട്ടവർക്കാണ് ഈ ചികിത്സ കൊടുക്കേണ്ടത്. അത് കൊടുക്കുവാൻ തയ്യാറല്ല. ഇവിടെ ഈ പറയുന്ന സർക്കാർ വകുപ്പുകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ ചൂണ്ടിക്കാണിക്കുന്നവർ അർബൽ നക്സലും ഈ പറയുന്ന രീതിയിൽ എന്തോ അമേരിക്കാന്റെ പേര് പറയുമല്ലോ, അവരും ആണെന്നൊക്കെയുള്ള ഇതിലും അസംബന്ധമായ ആരോപണങ്ങൾ BJP ഉന്നയിക്കാറുണ്ട്. ഇവിടെ CPM ഞാൻ എൻ്റെ ആദ്യം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ഭാഷ ഇത് തന്നെയാണ്. അധികാരത്തിന്റെ ഭാഷയ്ക്കപ്പുറം കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണെന്ന് അതിൽ ഒരു തർക്കം അക്കാര്യത്തിൽ ആർക്കും ഇപ്പോൾ ശ്രീ ഉണ്ടാവില്ല. അങ്ങ് ജീവിക്കുന്ന കേരളത്തിലാണ്, നന്നായി അറിയാം. ഈ രാജ്യം മൊത്തം സഞ്ചരിച്ച ആളുമാണ് അങ്ങനെ വളരെ ഗംഭീരമായി അറിയാം കേരളത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടതാണ്. പക്ഷേ അതിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണം എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധരാക്കാവോ, കേരള വിരുദ്ധരാക്കാവോ? ശ്രീ ശ്രീനാഥൻ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്താ അറിയോ, ഇവിടുത്തെ ഒരു പ്രശ്നം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് താങ്ങാവുന്നതിലധികം പേഷ്യൻസ് ആണ് ആശുപത്രിയിൽ എത്തുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊരു കാരണമുണ്ട്. കേരളത്തിലെ 146 പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്വകാര്യ ആശുപത്രികൾ ആയുഷ്മാൻ ഭാരത് കാരുണ്യ സ്കീമിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. 300 കോടി രൂപ കുടിശ്ശികയാണ്. 146 പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കേരളത്തിൽ നിന്നും ആ സ്കീമിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. 300 കോടി രൂപയുടെ കുടിശ്ശിക കാരണം. ഞാനതാ നേരത്തെ പറഞ്ഞത്, കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ആയുഷ്മാൻ ഭാരത് സ്കീമിലെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേരളത്തിലെ 32 ലക്ഷം വരുന്ന കാരുണ്യക്കാരെ ഉൾപ്പെടുത്തി. കൂടാതെ 2011 സാമ്പത്തിക സർവേയിൽപ്പെട്ട ഒരു 3 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി. അങ്ങനെ 35 ലക്ഷം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. അവർക്കുള്ള ഈ ആനുകൂല്യം ഇന്നും 146 ആശുപത്രികളിൽ ലഭിക്കുന്നില്ല. കാരണം ഈ അവർക്ക് കുടിശ്ശിക കാരണം അവർ പിന്മാറിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഈ വലിയ റഷ്, ഈ വലിയ തിരക്കിന് കാരണം. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ പോട്ടെ, ഇപ്പോൾ അർബൻ നക്സലേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലെ പ്രമുഖ സർക്കാർ മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു അത്യാഹിത വിഭാഗം, കാഷ്വാലിറ്റി, 120 കോടി രൂപ കേന്ദ്ര സർക്കാർ കൂടി കൊടുത്തിട്ടാണ് അത് നിർമ്മിച്ചത്. 2-3 മാസങ്ങൾക്ക് മുമ്പ് തീപിടുത്തമുണ്ടായി. 3 ദിവസം കൊണ്ട് നന്നാക്കുന്നാണ് പറഞ്ഞത്. ഇന്നും ആ കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല.
കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതായത് കണ്ണൂർ, വയനാട്, മലപ്പുറം, ഈ ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ വരുന്ന ഒരു മെഡിക്കൽ കോളേജ്, ഒരു കാഷ്വാലിറ്റീൻ്റെ സ്ഥിതിയാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പം ഇതൊക്കെ വസ്തുതകളല്ലേ? 7400 കോടി രൂപ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നാഷണൽ ഹെൽത്ത് മിഷന് കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് ഒരു 600 ചില്ലാനം കോടി രൂപയും കൊടുത്തിട്ടുണ്ട്. 8000 കോടി രൂപ കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിനും കാഷ്വാലിറ്റി പുനർനിർമ്മിക്കാൻ 120 കോടി രൂപയും തിരുവനന്തപുരത്തിന് 100 കോടി രൂപയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിർമ്മിച്ച കാഷ്വാലിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നത്. 2 തവണ തീപിടുത്തം ഉണ്ടായിട്ട് അത് പൂട്ടിക്കിടക്കുകയാണ്. അല്ല, ഇതൊക്കെ പരിശോധിക്കണം. അല്ല, ഞാൻ പറയും ഇതൊക്കെ പരിശോധിക്കണം, അപര്യാപ്തതകൾ പരിഗണിക്കണം, ഇതൊക്കെ പ്രശ്നമുണ്ട് വിക്കി. പക്ഷേ അപ്പോഴും രാജ്യത്ത് കേരളത്തിന്റെ ആരോഗ്യരംഗം ഒന്നാമതാണെന്ന് പറയുന്നത് വി.കെ. സനോജിന്റെ പാർട്ടി മാത്രമല്ല, അത് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്, നീതി ആയോഗ് പറയുന്നുണ്ട്. തുടർച്ചയായി 1ാം റാങ്കാണ് നമുക്ക്. അക്കാര്യത്തിൽ സംശയമില്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ സർക്കാർ ആശുപത്രികളുടെ എണ്ണം എൻ്റെ അടുത്തുണ്ട്. മെഡിക്കൽ കേരളത്തിനേക്കാൾ മെഡിക്കൽ കോളേജുള്ള സംസ്ഥാനമാണ് കർണാടക. അവരെ മെഡിക്കൽ കോളേജ് എന്തിനാ അറിയോ? MBBS പഠിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് അവിടുത്തെ മെഡിക്കൽ കോളേജുകൾ. പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജിൽ, സർക്കാർ മെഡിക്കൽ കോളേജ് ആവട്ടെ, ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ട്. 10000 രോഗികൾ അവിടെ വരുന്നുണ്ട്. അതൊരു ഹെൽത്ത് കോൺഷ്യസ് ആണ് കേരളത്തിലെ ജനങ്ങൾ. ഒരു ചെറിയ അസുഖം വന്നാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ ആശുപത്രി പോകും. ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ട്. ഇപ്പം നമ്മൾ മറ്റു സംസ്ഥാനങ്ങളായി കേരളത്തെ താരതമ്യം ചെയ്യരുത്. 11 വർഷം മുന്നേ ഉത്തർപ്രദേശിൽ 15 മെഡിക്കൽ കോളേജാണ്. ഇന്ന് അവിടെ 60-ലധികം മെഡിക്കൽ കോളേജാണ്. അവരൊക്കെ നമ്മളെ വളർന്നു വരുന്നേ ഉള്ളൂ. അവരൊക്കെ എത്രയോ പിറകിലായിരുന്നു. അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് കേരളം വളരെ മുന്നിലാണ്. നമ്മൾ അംഗീകരിക്കുന്നു, കേരളം വളരെ മുന്നിലാണ് അക്കാര്യത്തിൽ. പക്ഷേ ഈ പറഞ്ഞ അവിടെ ബിൽഡിംഗ് അവിടെ ശ്വാസം മുട്ടിയ ആൾക്കാർ മരിക്കും. അവര് അത്ഭുതപ്പെടും. അല്ല, അവിടെ ശ്വാസം മുട്ടിയ ആൾക്കാർ മരിച്ചു അത്ഭുതപ്പെടില്ല. ഉത്തർപ്രദേശുകാരെ മൂക്കത്ത് വിരൽ വെക്കും. ഇല്ല, അവിടെ അവരൊട്ടും അത്ഭുതപ്പെടില്ല. കാരണം എന്താണ്? ശ്വാസം മുട്ടിയ ആൾക്കാർ മരിച്ച അനുഭവം അവർക്കുണ്ട്. അവരെ ആരോഗ്യ രംഗത്ത് വളരെ വളരെ പുറകിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 15 മെഡിക്കൽ കോളേജ് ആയിരുന്നു 8-9 വർഷം മുന്നേ. ഇപ്പൊ 60-ലധികം മെഡിക്കൽ കോളേജ് ഉണ്ട്. അവരൊക്കെ ഓടി കിതച്ച് നമ്മളോടൊപ്പം എത്തുകയാണ്. നമ്മൾ ആ സമയത്ത് ഏത് കാലത്ത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് ആരോഗ്യ രംഗത്ത് മുൻപന്തിയിലെത്തിയ സംസ്ഥാനം ഇന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർ മൂക്കത്ത് വിരൽ വെക്കും. എന്തായാലും നമ്മുടെ ആരോഗ്യരംഗം 1ാം സ്ഥാനത്താണ് എന്ന കാര്യത്തിൽ അങ്ങേക്കും തർക്കമില്ല എന്നറിയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം നമ്മൾ കേരളക്കാരാണ്, നമ്മൾ അതിൽ അഭിമാനിക്കണം. ഒരു തർക്കമൊക്കെ ഞാൻ വി.കെ. സനോജ് ഈ അടുത്ത കാലത്താണ്, ഒരുപാട് മുമ്പൊന്നുമല്ല, കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ് എൻ്റെ ഓർമ്മ. ലിവറാണോ കിഡ്നിയാണോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഒരു രാത്രി വീണ ജോർജ് മാധ്യമങ്ങളുണ്ട്. രാത്രി അതൊരു ക്രെഡിറ്റ് എടുക്കലാണ്, നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നേട്ടമുണ്ടാകുമ്പോഴേക്കും ആ വകുപ്പിൻ്റെ മന്ത്രിക്ക് അഭിനന്ദനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു കോട്ടമുണ്ടാകുമ്പോൾ ആ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഓർഡർലികൾ, ഔദ്യോഗിക വസ്തി, ഔദ്യോഗിക വാഹനം, അത് കൂടെ അപ്ഡേറ്റ് ചെയ്യൽ, പെട്ടിച്ചുമക്കാൻ ആള്, എവിടെ പോയാലും ചികിത്സിക്കാനുള്ള പ്രിവിലേജ്, എത്ര ലക്ഷമായാലും കണ്ണട വാങ്ങാനുള്ള പ്രിവിലേജ്, എന്തിനാണ് ആ സൗകര്യങ്ങളൊക്കെ? നേട്ടത്തിനൊപ്പം കോട്ടത്തിന് ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുക്കാനുള്ള ധൈര്യത്തിനാണ് ശ്രീ വി.കെ. സനോജ്. അത് പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് കുശുമ്പോ അസൂയമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഗൂഢലക്ഷ്യമാണ്, എന്താണ് അവർക്ക് അധികാരമില്ലാത്തതിൻ്റെ എന്തോ കൊതിക്കെറുവാണ് എന്നൊക്കെയാണോ ഒരു സമരപ്പാർട്ടി പറയേണ്ടത് ശ്രീ വി.കെ. സനോജ്? ആഷ്മി, സഖാവ് വീണ ജോർജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, അതിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കും നല്ല പങ്കുണ്ട്. അപ്പോൾ വീണ ജോർജ് മന്ത്രിയായത് അത്ര പിടിക്കാത്ത കുറച്ച് മാധ്യമപ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കഴിഞ്ഞ കാലത്തെ കുറേ കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നമുക്ക് പറയാം. നേരത്തെ ഒരു ഘട്ടത്തിൽ വീണ ജോർജിനായിട്ട് ഉന്നയിച്ച ആരോപണം, ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഭയങ്കരമായ നിയമന തട്ടിപ്പ് നടക്കുന്നു, കോഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത ബ്രേക്ക് ചെയ്ത് ആരോഗ്യ മന്ത്രിക്കെതിരായിട്ട്, ആരോഗ്യ വകുപ്പിനെതിരായിട്ട് ആക്ഷേപം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പിന്നീട് എന്തായി എന്ന് നിങ്ങളാരും അന്വേഷിക്കുന്നില്ലെങ്കിലും അതിൻ്റെ എല്ലാം കൃത്യമായ കഥ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയോട് നിങ്ങളെല്ലാവരും നല്ല നിലയിലുള്ള ഇടപെടലാണ് നടത്തിയത്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വല്ലാതെ അഭിനന്ദിച്ച് കാണിച്ചു എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ അവിടെ വെച്ചേക്ക്. ആരോഗ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങൾ ഇതുവരെയുള്ള പ്രവർത്തനമെല്ലാം നടത്തിയിട്ടുള്ളത്. ഇവിടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഇപ്പം ചാണ്ടി ഉമ്മൻ്റെ ഒക്കെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും ഇത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെ ഉള്ളതാണെന്ന്. പണ്ട് മുതലേ അങ്ങനെ തന്നെ ഉള്ളതല്ല. ഈ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കേരളത്തിനൊരു ഗവർണർ നേരത്തെ മരണപ്പെടുന്ന വരെ ഉണ്ടായത്. അത് ആര് ഭരിക്കുമ്പോൾ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ചാണ്ടി ഉമ്മൻ അറിയാവുന്ന കാര്യമില്ലേ. ഒരു ഗവർണർ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചുപോയി എന്ന ആക്ഷേപം നേരിട്ട ഒരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു.
കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി നിങ്ങളുടെ UDF നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള P. ശങ്കരൻ ആ കാലത്തെ UDF കാലത്തെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത് എന്ന് ചാണ്ടി ഉമ്മൻ അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതുകൊണ്ട് കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കണക്കുകൾ ഇവിടെ പറയേണ്ടി വരും. നിങ്ങളിപ്പോൾ വളരെ ലാഘവത്തോടെ പറഞ്ഞല്ലോ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ. ഞാൻ പറയാം, ഇവിടെ ക്യാപ്സ് വഴി 24 ലക്ഷം ആളുകൾക്ക് 6523 കോടിയുടെ സൗജന്യ ചികിത്സ കൊടുത്തിട്ടുണ്ട് ഈ ഗവൺമെന്റ്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 64,075 ആൾക്ക് 492 കോടിയുടെ സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട്. 4 വർഷം കൊണ്ട് KSSLCL വഴി 3300 കോടിയിലധികം രൂപയുടെ സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 854 മരുന്നുകൾ, 1847 പരം ആശുപത്രികൾ, എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും മരുന്ന് വിതരണത്തിന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 7890 സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി. 75 കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാൻസർ മരുന്നുകൾക്ക് അനുവദിച്ച 3 ഇരട്ടി തുക, നേരത്തെ ഉള്ളത് 3 ഇരട്ടി തുക പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത ഒട്ടേറെ പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ വേണ്ടി കഴിയും. അതിനെല്ലാം നേതൃത്വം കൊടുത്ത, അതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഫലപ്രദമായി മുന്നോട്ട് നയിക്കുന്ന മന്ത്രിക്കെതിരായിട്ടുള്ള ഏത് നീക്കത്തെയും ഞങ്ങൾ ശക്തമായി ചെറുക്കും, ശക്തമായി പ്രതിരോധിക്കും. അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗം തന്നെയാണ്. കാരണം ഇവിടെ കോഴിക്കോട് താങ്കൾക്ക് അറിയാവുന്ന ഒരു യുവതിയുണ്ട്, 33 വയസ്സുകാരിയാണ്. താങ്കൾക്ക് അറിയാവുന്ന ഒരു 33-കാരിയാണ്. പേര് ഹർഷന എന്നാണ് പേര്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വയറ്റിനകത്തൊരു കത്രിക വെച്ച് തുന്നിവിട്ടു. 4.5 വർഷം പഴുത്ത് അത് ഈ പറഞ്ഞ യൂറിനറി ബ്ലാഡറിലേക്ക് കുത്തിയിറങ്ങി വ്രണമായി വേദന എടുത്ത് നടന്നു. തിരിഞ്ഞു നോക്കിയിട്ടില്ല സർക്കാർ. CVK സനോജ് തിരിഞ്ഞു നോക്കിയിട്ടില്ല സർക്കാർ. ഇപ്പോഴും ജോലി ചെയ്യാൻ കഴിയാതെ കടത്തിന് മേൽ കടവായിട്ട് മുടിഞ്ഞ് ഒരു കുടുംബം കോഴിക്കോട്ട് കഴിയുന്നുണ്ട്. 2 ഈ അടുത്ത് ഡോക്ടർ ഹാരിസ് ഹസൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ വീണയോട് അസൂയുള്ള ആരും അല്ലല്ലോ, വീണയോട് കുശുമ്പുള്ള ആരും അല്ലല്ലോ, അവിടുത്തെ ഒന്നാന്തരം ഡോക്ടറല്ലേ, കേരളത്തിലെ ഒന്നാന്തരം ഡോക്ടർമാർ ഒരാളല്ലേ. അദ്ദേഹം പറഞ്ഞില്ലേ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന്. എൻ്റെ ചോദ്യം, ആരോഗ്യ കേരളത്തിന് നേട്ടങ്ങളെപ്പറ്റി ആർക്കും സംശയങ്ങളില്ല, ശ്രീപത്മനാഭന് പോലും ഇല്ല. പക്ഷെ അവിടെ പോരായ്മയും അപര്യാപ്തയും ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും മന്ത്രിയോട് കുശുമ്പ് എന്ന് പറയാവോ? ആഷ്മി എല്ലാ കാര്യങ്ങളിലും പോരായ്മയുണ്ട്. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാം തികഞ്ഞവരാണോ? മാധ്യമ പ്രവർത്തക മേഖലയിൽ എന്തെല്ലാം അരാജകത്വം നടക്കുന്നുണ്ട്? മാധ്യമ പ്രവർത്തകരിൽ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരുണ്ട്? എല്ലാ മേഖലയിലും വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യുക, ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കുക, അത് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട എന്റെ ടീമിന്റെ കാര്യം ഒരു പിഴ ഉണ്ടാകുമ്പോൾ എന്റെ സാർ ചോദിക്കുന്നത് എന്നോടാണ്, അല്ലാതെ ടീമങ്ങളോടല്ല ചോദിക്കേണ്ടത്. അതുപോലെ ഈ ടീമിന്റെ തലപ്പത്തിരിക്കുന്ന ആരോഗ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റൂ ശ്രീ സനോജ്? അത് കുശുമ്പെന്ന് വ്യാഖ്യാനിക്കാവോ? അത് വേട്ട എന്ന് വ്യാഖ്യാനിക്കാവോ? ആരോഗ്യമന്ത്രിയോട് ചോദിക്കേണ്ടെന്ന് ഞങ്ങളാരും പറയുന്നില്ല. പക്ഷെ ആരോഗ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ബോധപൂർവം ഒരു ടീം പ്രവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ അഴിമതി നടക്കുന്നു എന്നെല്ലാമുള്ള വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കി കുറെ ദിവസം ചർച്ച നടത്തി. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു, മന്ത്രി ഓഫീസിലെ സ്റ്റാഫിന് നേരെ ആക്ഷേപം ഉന്നയിച്ചു. ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരത്തെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ ഇവിടെ പോയി എന്നാണ് ഞാൻ ചോദിച്ചത്. അതെല്ലാം പിന്നീട് തെളിഞ്ഞല്ലോ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന്. അപ്പൊ ഇത് വളരെ കൃത്യമാണ്. ആരോഗ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചിട്ട് ഈ ഭരണത്തിന്റെ തുടക്കം ആരോപണങ്ങളും ആരോഗ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് പറയുന്നതാണോ CVK സനോജ്? അങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ നോക്കണ്ട. ഡോക്ടർ ഹാരിസ് ഹസൻ എന്ന് പറയുന്ന സാധാരണ ഒരു MBBS ഡോക്ടർ പോലും 10 ലക്ഷത്തിന്റെ കാര്യം നടക്കുമ്പോൾ ഒരു ബൈക്കിൽ ഒരു ഹെൽമെറ്റും വെച്ച് മഴയത്തും വെയിലത്തും വരുന്ന രോഗികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന 360 ദിവസത്തിൽ 360 ദിവസവും ആശുപത്രിയിൽ നിൽക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞത് ഈ സർക്കാരിന്റെ ഈ മേഖല കരിവാരിത്തേക്കാനാണോ? ആരോഗ്യമന്ത്രിയുടെ കുശുമ്പുകൊണ്ടാണോ? അയാളെ സംബന്ധിച്ച് മന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. അയാളുടെ ആരോപണം സംബന്ധിച്ച് മന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. മന്ത്രി അയാളെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അയാളെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്? പക്ഷെ നിലയിൽ പ്രവർത്തിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയത്, അതെ, അയാൾ ആ നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയത് ശത്രുക്കൾക്ക്, പ്രത്യേകിച്ച് ഇത്രയേറെ രാഷ്ട്രീയമായിട്ടുള്ള സംവാദങ്ങൾ നടക്കുന്ന ഈ കേരളത്തിൽ അതൊരു സഹായകരമായി. ശത്രുക്കൾ ആരാണ് CVK സനോജ്? രാഷ്ട്രീയ ശത്രുക്കൾ, രാഷ്ട്രീയമായി ശത്രുതയിൽ നിൽക്കുന്നതെന്ന് രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ CVK സനോജ് അവിടെ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്ത കാരണം എന്റെ മകന്റെ പ്രായമുള്ള ഒരാളോട് ഈ സർജറി മാറ്റിവെക്കേണ്ടി വരുന്ന എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ശത്രുക്കളാണോ? കേരളത്തിൽ ശത്രുക്കളില്ല സനോജ്. കേരളത്തിന് നന്മ ആഗ്രഹിക്കുന്നവരേ ഉള്ളൂ. പ്രതിപക്ഷമാണെങ്കിലും നിങ്ങളാണെങ്കിലും ഞങ്ങളാണെങ്കിലും.
ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ കേരളത്തിന്റെ പഴയ കാലം മറന്നു പോകരുത്. അങ്ങനെ എല്ലാ കാര്യവും മറന്നിട്ട് ഇപ്പോൾ എല്ലാ കാലത്തും ഇതുപോലെയായിരുന്നു എന്ന നിലയിലേക്ക് ഹാഷ്മിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ ചർച്ച നയിക്കരുത്. അതുകൊണ്ട് 5 വർഷവും 10 വർഷവും 15 വർഷവും പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിമാരെ കുറിച്ചുള്ള എണ്ണമെടുത്താൽ നിങ്ങൾക്ക് ഹാഷ്മിക്ക് ഇപ്പൊ പേര് ഓർമ്മ വരുന്നത് എത്ര മന്ത്രിമാരുണ്ട്? എന്നാൽ ഇടതുപക്ഷത്തിന്റെ കാലത്തെ ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ വന്ന ആരോഗ്യമന്ത്രിമാരെ എല്ലാം നമുക്ക് നേരിട്ടറിയാവുന്ന കേരളത്തിലെ ജനങ്ങൾക്കാകെ പരിചിതമായ മുഖങ്ങളാണ്. ഏതൊരാളോട് ചോദിച്ചാലും അവരുടെ പേര് പറയാൻ വേണ്ടി കഴിയും. അത്രമാത്രം ജനകീയമായ ഉള്ളടക്കത്തോടു കൂടി അവർ ഈ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ മുന്നോട്ട് നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ ജനപ്രിയരായി അവർ മാറിയിട്ടുള്ളത്. UDF-ന്റെ കാലത്തെ ആരോഗ്യമന്ത്രിമാരെ ആർക്കും അറിയാൻ വേണ്ടി കഴിയുമോ? എത്ര ആൾക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി കഴിയും? അപ്പൊ അത്രമാത്രം ഇടപെടുന്ന, അത് മോശമാണ് അർത്ഥത്തില്ല ഞാൻ പറഞ്ഞത്, അത്രമാത്രം ആളുകൾക്ക് അറിയാവുന്ന തരത്തിൽ ജനങ്ങൾക്ക് കൂടെ നിന്ന് ഇടപെടൽ നടത്തിയവരാണിവർ. അവിടെ ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തുന്നത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നു. അത് വീണ്ടും ഞങ്ങളുടെ 2026 തെരഞ്ഞെടുപ്പിൽ അത് ഞങ്ങൾക്ക് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇതൊരു കിട്ടിയ അവസരമാണ്, തകർത്ത് തരിപ്പണമായി കളയാം, ഇത് ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ഇറങ്ങുകയാണ് എന്ന നിലയിലേക്ക് നിങ്ങൾ നടത്തിയ സമരങ്ങൾ ആലോചിക്കാത്ത എന്താണ്? ഇത് രാഷ്ട്രീയമാണ്. നിങ്ങൾ നടത്തിയ സമരങ്ങൾ ആലോചിക്കാത്തത് എന്താണ്? ഒരു നിയമസഭയ്ക്കുള്ളിൽ നിങ്ങൾ പിന്നീട് ആ മുദ്രാവാക്യങ്ങൾ വിഴുങ്ങിയതിന് കാരണം എന്താണ്? ആ പാർട്ടിയെ നിങ്ങൾ പരവതാനി വിരിച്ച് നിങ്ങളുടെ മുന്നണിയിലേക്ക് ക്ഷണിച്ചു. ഒരു ധനമന്ത്രിയെ കോഴമന്ത്രിയെ നിങ്ങൾ വിളിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പൊ നോട്ടിടുന്ന യന്ത്രമുണ്ടെന്ന് നിങ്ങൾ ആക്ഷേപിച്ചു. ലോകത്തിന് മുന്നിൽ നാണം കെടുത്ത രീതിയിൽ സഭയ്ക്കുള്ളിൽ ഈ പറയുന്ന സാധനങ്ങൾക്ക് അടിച്ചു പൊളിച്ചുകൊണ്ട് നാണം കെട്ടുന്ന രീതിയിലുള്ള സമരം നിങ്ങൾ നടത്തി. ഒരു മുഖ്യമന്ത്രിയുടെ കല്ലെറിഞ്ഞ് നെറ്റി നിങ്ങൾ പൊട്ടിച്ചു ഇല്ലേ? മന്ത്രിമാരെ മുഴുവൻ തെരുവിൽ തടഞ്ഞു. തെരുവ് യുദ്ധങ്ങളുണ്ടായി, കലാപ നാളുകളുണ്ടായി. ഇതൊക്കെ മറക്കാവോ ഈ പറയുമ്പോ? ആഷ്മി, ഞങ്ങൾ സമരം നടത്തിയിട്ടത് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. UDF-ന് സമരം നടത്താനുള്ള അവകാശമുണ്ട്. പ്രതിപക്ഷം എന്ന നിലയിൽ സമരം നടത്തിക്കോട്ടെ. ആ സമരത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കും. ഇപ്പോൾ നടക്കുന്ന സമരം, അതിനു പിന്നിലുള്ള രാഷ്ട്രീയം, അത് വളരെ കൃത്യമായ ചില താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം, ഇപ്പോ ഈ 2ാം പിണറായി ഗവൺമെന്റ് 4 വർഷക്കാലത്തെ ഭരണം, ഈ 9 വർഷക്കാലം മുന്നേ കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്തായിരുന്നു? സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ ഈ ആശുപത്രിയിൽ കിടന്ന് മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം അപകടമായ നിലയിൽ, അങ്ങേയറ്റം അപഹാസ്യമായ നിലയിലായിരുന്നു ആ കാലത്തെ UDF-ന്റെ ഭരണം മുന്നോട്ട് പോയത് എന്ന് ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ശരിയാണ്. പക്ഷേ ഒരു മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് പൊളിഞ്ഞുകൊണ്ട് സാധു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ഇക്കാലം അത്ര ഉണ്ടായിട്ടില്ല കേട്ടോ സനോജ്. ഒരു മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തകർന്നു വീണ് ഒരു സാധു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല. അത് ഇക്കാലത്തുണ്ടായതാണ്. അതിന്റെ കാരണക്കാരാണ് ആരാണെങ്കിലും. ഞാൻ എത്താം സനോജ്. ശ്രീപത്മനാഭൻ, എന്റെ ചോദ്യം പിന്നെയും അത് തന്നെയാണ്. എന്റെ ചോദ്യം ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ 100% ഫുൾ പ്രൂഫ് ആവില്ല. അതിന് കാരണം എന്താണ്? അതിന്റെ രീതി ആയതുകൊണ്ട് തന്നെയാണ്. പരമാവധി മെച്ചത്തിൽ നിർത്തുക എന്നതേ നടക്കൂ. അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ അപര്യാപ്തതയുണ്ട്. ഈ പറയുന്ന ആശുപത്രികളിൽ എന്താണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, അത് കാരണം ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നൊരു ഡോക്ടർ പറയുമ്പോൾ പ്രതിപക്ഷം അത് പുറത്തു പറയണ്ടേ? ഒരു മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് അതിനകത്ത് ആൾ മരിച്ചു, പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കണ്ടേ? പ്രതിപക്ഷം സമരം നടത്തണ്ടേ? ആ സമരം നടത്തുമ്പോഴേക്കും ഇവരൊക്കെ കേരളത്തിന് ശത്രുക്കളാണ് എന്ന് പറയുന്ന പ്രവണത എത്രത്തോളം കേരളത്തിന് ഗുണകരമാണ് ശ്രീപത്മനാഭൻ? അല്ല, എന്താ പറയുക, പ്രശ്നം ഒരു വിഷയമുണ്ടായി. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് വലിയ ഒരു ദുരന്തം സംഭവിച്ചു. അതിനെ സംബന്ധിച്ച് സത്യം പുറത്തു വരണം, സത്യം പറയാൻ തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, ആ ബിൽഡിങ്ങിനകത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് ഉണ്ടായിരുന്നു. 11ാം വാർഡിലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് ആ ബിൽഡിങ്ങിൻ്റെ വലതുവശത്തെ കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്നു. 14ാം നമ്പർ വാർഡിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്ന ഓർത്തോ വിഭാഗത്തിലെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അവരെ സ്ട്രക്ചറിൽ എടുത്ത് ഓടിയതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഇടതുവശം പൊളിഞ്ഞു വീണപ്പോൾ അവരെ സ്ട്രക്ചറിൽ എടുത്ത് ഓടിയതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്ത് കുപ്പ കൂട്ടിയിട്ടിരുന്നത് സ്ഥലമല്ല, സ്ഥിരമായി ആളുകൾ ഉപയോഗിച്ചിരുന്ന ബാത്റൂം ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു, ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെയല്ലേ സത്യം? ഇത് ആ മെഡിക്കൽ കോളേജിൽ പോകുന്ന ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ. എന്തിനാ ഇത് നിഷേധിക്കുന്നത്? അപ്പം നിഷേധം അവിടെ വെച്ച് തുടങ്ങിയില്ലേ? കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് അതിനകത്ത് ആരുമില്ല എന്ന് പറഞ്ഞില്ലേ? ആരോട് ചോദിച്ചിട്ട് അത് പറഞ്ഞത്?
അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ അങ്ങനെ ഒരു തീരുമാനം വരാതെ എന്തിനകത്ത് ആളില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ ആ മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനവും സമരവും വന്നത്. അപ്പോൾ അതൊക്കെ സൃഷ്ടിച്ചത് നിങ്ങളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിലും വരും, വന്നോട്ടെ സമരം. അല്ലെങ്കിൽ ഒരു കാരണം എന്താണ്? ഞാൻ പറഞ്ഞ ഇത് കേരളമാണ്. ഇത് ഈ കേരളത്തിന്റെ അടിത്തറ സമരങ്ങളോട് പൊങ്ങുന്ന അടിത്തറയാണ്. ഒരു വകുപ്പിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സാധു സ്ത്രീ, അത്താഴപ്പട്ടിണിക്കാരിയായ ആ വീടിന്റെ ഏക ആലംബമായ ഒരു സാധു സ്ത്രീ ബിൽഡിങ്ങിനടിയിൽ അനാസ്ഥയുടെ ഭാഗമായി കൊല്ലപ്പെട്ടെങ്കിൽ ഉറപ്പായും സമരമുണ്ടാകും. സമരമുണ്ടാകണം, ഇല്ലെങ്കിൽ ഇത് കേരളമല്ല. അല്ല, സമരം ഉണ്ടാവാൻ സാധ്യതയുള്ള സമരത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തത് ഈ 2 മന്ത്രിമാരുടെ പ്രസ്താവനയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം സമരം ചെയ്യുന്നവർ നിങ്ങളെ അട്ടിമറിക്കാൻ വരുന്ന 8 മാസത്തേക്ക് ആർക്കും സാധ്യമല്ല. വരുന്ന 8 മാസം കേരള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. നിങ്ങൾ വരുന്ന 8 മാസം കേരളം ഭരിക്കും. പിന്നെ 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് 2025 ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ആദ്യമായിട്ടാണ്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലതും സംഭവിക്കും. തെരഞ്ഞെടുപ്പിലെ വിഷയമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വരുന്ന പല വിഷയങ്ങളും ഉയർന്നു വരും. 2026 തെരഞ്ഞെടുപ്പിൽ ജനുവരി മാസത്തിന് ശേഷം എന്തൊക്കെ വിഷയങ്ങളാണ് ഉയർന്നു വരിക എന്ന് നിങ്ങൾക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ? പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 2006 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് തിരുവനന്തപുരത്ത് കസ്റ്റഡി മരണമുണ്ടായത്. അതോടുകൂടി ആ അന്തരീക്ഷം തന്നെ മാറിയില്ലേ? അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നതാണോ? നിങ്ങളെന്താ കേരളത്തിലെ രാഷ്ട്രീയം പഠിപ്പിക്കുക? അപ്പോൾ അതൊന്നുമല്ല. നിങ്ങളെ അട്ടിമറിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. നിങ്ങൾ വെറുതെ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കണ്ട. വരുന്ന 8 മാസം ഈ ലോകത്ത് ഒരു ശക്തിക്കും പിണറായി വിജയൻ സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള 8 മാസം മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ആ സ്വകാര്യ ആശുപത്രികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കൊടുക്കാനുള്ള 300 കോടി രൂപ കൊടുക്ക്, ദയവ് ചെയ്ത് കൊടുക്ക്. ശരി സനോജ്, ഇത് ഒഴിഞ്ഞതാണ്, പൂട്ടിയിട്ടിരുന്നതാണ്, അതിൽ നിന്ന് ആളെങ്ങനെ പോയി മനസ്സിലാവില്ല എന്ന നിഷ്കളങ്കതാ നാട്യം ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം. കാര്യം ഇന്നലെ കളക്ടർ പറയുന്നത് അത് ഒഴിഞ്ഞതല്ല, അവിടെ തുറന്നു കിടക്കായിരുന്നു, അവിടെ പോയി ആളുകൾ ഉപയോഗിച്ചിരുന്ന ബാത്റൂമാണെന്ന് പറയുന്നുണ്ട്. ഇതായിപ്പോൾ ഒരു ദൃശ്യം ഞാൻ കാണിക്കാം, ഇന്നലെ കാണിച്ചതാണ്, എന്നാലും അത് ആവർത്തികൾ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. നമ്മൾ ടോബി ആ സമയത്ത് അവിടെ പോകുമ്പോൾ പോലീസ് തടയുന്നതിന് മുമ്പ് ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ അതിന് തൊട്ടു മുമ്പ് വരെ അവിടുത്തെ ചോറ്റുപാത്രങ്ങളുണ്ട്, കുടിവെള്ള പാത്രങ്ങളുണ്ട്, ഡ്രിപ്പിടുന്ന ഗ്ലൂക്കോസ് അല്ല മറ്റേ ഡ്രിപ്പിടുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം അടക്കം എല്ലാ കാര്യങ്ങളും തൊട്ടു മുമ്പ് രോഗികളുണ്ടായിരുന്നതിൻ്റെ സകല ലക്ഷണങ്ങളും ഉള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. അത് ആ കുപ്പിവെള്ളം അടക്കം അതിൽ കാണാം. അതിനോട് ചേർന്നാണ് ബാത്റൂം ബ്ലോക്ക്. അടച്ചിട്ടില്ല, തുറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗികൾ കിടന്നിരുന്നു. അവർക്ക് സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ ആ ബാത്റൂം സജീവ പ്രവർത്തനമുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് അടച്ചിട്ടു, അതുകൊണ്ട് ആരുമില്ല എന്ന വാദം ഇനി പറയല്ലേ ശ്രീ സനോജ്? ഹാഷ്മി, മന്ത്രിമാർ അവിടെ നിന്ന് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിമാർ അവിടെ എത്തിയ ഘട്ടത്തിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ വിവരത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മന്ത്രിമാർ പ്രതികരിച്ചത്. ഇനിയിപ്പോൾ ആ പ്രതികരിച്ചതിൽ എന്തെങ്കിലും പെശകുണ്ട്, കാരണം അവിടെ വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും കാര്യമുണ്ട്, അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ മന്ത്രിമാരുടെ പ്രതികരണം സംബന്ധിച്ചല്ല, അവർക്കിടയിലേക്ക് ആ വിവരം പാസ് ചെയ്ത ആ ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷിക്കട്ടെ. സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ പുറത്തു വരുമല്ലോ. ഇപ്പോൾ ഇത് ഇത്രയും വലിയൊരു സംഭവം നടന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടക്കാൻ വേണ്ടി പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും മന്ത്രിമാർക്ക് ഇപ്പോൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് എന്തെങ്കിലും സ്ഥാപിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല. ആ ദുരന്തം പറഞ്ഞിട്ടാണ് അവരവിടെ എത്തുന്നത്. സ്വാഭാവികമായിട്ടും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിലെല്ലാം ഭാഗമായി അവർ മാറി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ട് മന്ത്രിമാർ അവിടെ എത്തി ആകെ കുഴപ്പമുണ്ടാക്കി എന്ന രൂപത്തിലുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് കാശ്മീർ പോലുള്ള മാധ്യമപ്രവർത്തകർ. ഞാൻ മന്ത്രിമാരുടെ കാര്യം മാത്രമല്ല, ഇന്നിപ്പോ ദേശാമാനിയിൽ തന്നെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ഏറ്റവും ഒടുവിലത്തെ ഇന്റർവ്യൂ, ഏറ്റവും ലാസ്റ്റ് ചോദ്യം, ഈ കെട്ടിടത്തെക്കുറിച്ച് 2013 രേഖകളുണ്ട്. ആ സമയത്ത് ഇവിടെ 2 കോൺക്രീറ്റ് ഇടിഞ്ഞു വീണിരുന്നു. താഴ്ന്നനിരയിലെ ശുചിമുറി അടച്ചിടാൻ കാരണമുണ്ട്. 11-ാം വാർഡിലെയും 14-ാം വാർഡിലെയും ശുചിമുറികൾ പുതുക്കി പണിയാൻ PWD ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ പുതുക്കി പണിയാൻ നിലം കുത്തിപ്പൊളിക്കുകയും പ്ലാസ്റ്റിങ്ങുകളൊക്കെയും ചെയ്തു. അത്രയും പണികൾ ആ ശുചിമുറി താങ്ങില്ലെന്ന് പരിശോധന മനസ്സിലായി. വാർഡിനകത്ത് വേറെ ശുചിമുറി പണിതു, ഇത് പൂട്ടിയിടുകയും ചെയ്തു. ഇല്ല, പൂട്ടിയിട്ടിട്ടില്ല, അത് തുറന്നു കിടക്കായിരുന്നു. അതിനകത്ത് രോഗികളും കൂട്ടിരിപ്പാരും പോയിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ബിന്ദു, അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. അതെ, പൂട്ടിയിട്ടിട്ടുണ്ട് എന്ന് ആശുപത്രിയുടെ സൂപ്രണ്ടല്ലേ പറഞ്ഞത്. നിങ്ങൾ നേരത്തെ സൂപ്രണ്ടിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചല്ലോ. അപ്പൊ സൂപ്രണ്ടിന്റെ ഇന്റർവ്യൂലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സൂപ്രണ്ട് പറയുന്ന കാര്യങ്ങൾ ആ ഘട്ടത്തിൽ മന്ത്രി വിശ്വസിക്കുകയല്ലാതെ, അത് വിശ്വസിച്ച് കാര്യങ്ങൾ പറയുകയല്ലാതെ മറ്റെന്ത് ചെയ്യണമായിരുന്നു? സൂപ്രണ്ട് പറഞ്ഞ സാഹചര്യത്തിൽ സൂപ്രണ്ടിന്റെ വിശ്വാസം എടുക്കാതെ മന്ത്രിക്ക് നേരിട്ട് ആ പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് പോയി നോക്കിയിട്ട് ഇതാ ദൃശ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാൻ കഴിയോ? അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇത് ഏറ്റവും ചുരുങ്ങിയ അല്ല സനോജ്, അങ്ങനെ പറഞ്ഞു പോവല്ലേ? ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന അങ്ങനെ കേട്ട് പറയലാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തന ഉത്തരവാദിത്വം? ആരോഗ്യമന്ത്രി പോട്ടെ, അവർക്ക് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ല. മന്ത്രി വി എൻ വാസവൻ അങ്ങനെയുള്ള ആളാണോ? ഈ ആശുപത്രിയെ പറ്റി 1-ാം നമ്പർ കാര്യങ്ങൾ അറിയുന്ന ആളല്ലേ?
വി എൻ വാസവൻ ഈ ആശുപത്രിയുടെ മുക്കുമൂലം അറിയാവുന്ന ആളല്ലേ? സൂപ്രണ്ട് പറയുന്ന കേട്ടാൽ അതിനകത്ത് ആളില്ല, ഓക്കെ ആളില്ല എന്ന് പറയാനാണോ വേണ്ടത്? ഇത് തന്നെയാ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് ഇപ്പോഴും ആരോഗ്യമന്ത്രിയെ അംഗീകരിക്കാൻ മടിയാണ്. നിങ്ങളുടെ വാചകത്തിൽ തന്നെ ഇപ്പൊ അത് അടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? നിങ്ങൾ ഒരുപറ്റം മാധ്യമ പ്രവർത്തകർക്ക് ആരോഗ്യമന്ത്രിക്ക് അടിത്തട്ട് രാഷ്ട്രീയ പരിചയമില്ല എന്ന് നമ്മൾ തെറ്റെന്താണ്? മന്ത്രി വി എൻ വാസവൻ അങ്ങനെയല്ല, അടിത്തട്ട് രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന് നല്ല ഒന്നാം തരം ബോധ്യമുണ്ടാവേണ്ടതാണ്. അതിനത്ര ആള് വരുന്നതാണ് കാര്യം. ഈ ആശുപത്രിയുടെ മുക്കിലും മൂലം അറിയാവുന്ന ആളല്ലേ മന്ത്രി വി എൻ വാസവൻ? അത് കേൾക്കാത്ത എന്താ? മറ്റേത് മാത്രം കേട്ടാൽ മതി. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? സൂപ്രണ്ട് അവിടെ വന്ന് ഈ ഒരു അപകടത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പൊ തന്നെ സൂപ്രണ്ടോട് നീ മാറി നിൽക്ക്, നീ പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞാനൊന്ന് കയറി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെല്ലാം കൂട്ടിയിട്ട് ആ പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം എന്നാണോ ഹാഷ്മി പറയുന്നത്? അങ്ങനെയല്ല സനോജ പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരുന്ന മട്ടിൽ വാസവൻ പെരുമാറണമായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ചേരുന്ന മട്ടിൽ വി എൻ വാസവൻ പെരുമാറണമായിരുന്നു. ആരോഗ്യമന്ത്രിയെ വെറുതെ വിടാമെങ്കിൽ എന്ത് പ്രശ്നം? വാസവൻ എന്താ പറഞ്ഞത്? JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തട്ടെ, ആരേലും ഉണ്ടോ എന്ന് നോക്കാം എന്നാണ് വാസവൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. വാസവൻ അതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? വന്ന JCBയുടെ അതിന് മുകളിൽ ചാടി കയറിയിട്ട് മറ്റെന്തെങ്കിലും അഭ്യാസം കളിക്കണോ വാസവൻ? JCBയുടെ സ്റ്റിയറിംഗ് വാസവൻ കയ്യിലെടുക്കണം എന്നാണോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ മാറ്റി നിർത്തിയിട്ട് വാസവനും ആ മന്ത്രിയും കൂടിയിട്ട് ആ പൊളിഞ്ഞ കെട്ടിടത്തിൽ പ്രവേശിക്കണം എന്നാണോ? നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചൊന്നും. ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടല്ല അടിത്തട്ട് രാഷ്ട്രീയ പരിചയമുള്ള മന്ത്രി വി എൻ വാസവൻ സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ എന്താണ് താങ്കൾ മനസ്സിലായിട്ടുണ്ട്? താങ്കൾ വാദത്തിനുണ്ട് ഇത് പറയുന്നതാണ്. എന്ത് അടിത്തട്ട്? അതിനെ കുറിച്ച് തന്നെ പറയാം നമുക്ക്. എന്ത് അടിത്തട്ട് രാഷ്ട്രീയമാണ് അവിടെ? എന്താ അടിത്തട്ട് രാഷ്ട്രീയം? അതിന് ഒരു അപകടം നടന്ന സ്ഥലത്ത് 2 മന്ത്രിമാർ ഉടൻ തന്നെ എത്തുന്നു. ആ മന്ത്രിയോട് അവിടെയുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സൂപ്രണ്ട് പറയുന്നു അവിടെ ഇങ്ങനെയുള്ള ബിൽഡിംഗ് ആണ്, പുതിയ ബിൽഡിംഗിലേക്ക് മാറാനിരിക്കുകയാണ്. അത് ആവർത്തിച്ചു മന്ത്രിമാർ എന്നാണ് സനോജ് പറയുന്നത്. അതാണ് CPM-ന്റെ വാദവും. ഓക്കെ ഇതെന്തും ആയിക്കോട്ടെ. പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തോട് ശത്രുത വെച്ച് പറയുന്നതല്ല. അതിനെ ആ രീതിയിൽ തന്നെ കാണണമെന്ന അപേക്ഷയോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.